ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഇത് ഓണക്കാലമാണ്. അത്തം കഴിഞ്ഞു. അതിനു മുമ്പ് വേറൊരു ഓണം കഴിഞ്ഞു, പിള്ളേരോണം. കർക്കിടക മാസത്തിലെ ഓണവും വീടുകളിൽ ചെറിയ തോതിൽ, അന്ന് പിള്ളേർക്ക് പണ്ട് പപ്പടമൊക്കെ കാച്ചി പരിപ്പുമൊക്കെ ഉണ്ടാക്കി നല്ല ഒരു പിള്ളേരോണം ആഘോഷിക്കാറുണ്ട്. അത് പിള്ളേർക്കത് വളരെ പ്രത്യേകതയായിരുന്നു. ഇപ്പോൾ ഉള്ളവർ പിള്ളേരോണം എന്ന് കേട്ടുപോലും കാണില്ല. ഈ പിള്ളേരോണത്തെക്കുറിച്ചും ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. കർക്കിടക മാസത്തിലെ ഓണമാണ് പിള്ളേരോണം. അന്ന് മുതൽ, പിള്ളേരോണം മുതൽ നമ്മുടെ ശരിയായ പൊന്നോണം വരെ ഓണം ചെറിയ തോതിലാണെങ്കിലും ആഘോഷിച്ചിരിക്കണം എന്നാണ് പണ്ടുള്ളവർ പറയുക. ഇപ്പം അതൊന്നും നടപ്പില്ല. എന്നാലും പിള്ളേരോണം വേണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഒരു ചെറിയ തോതിൽ പയറ്റി നോക്കാം. തീർച്ചയായിട്ടും 4 ഓണവും ആഘോഷിക്കണം. കാരണം 1-ാം ഓണം നല്ലോണം, 2-ാം ഓണം പൊന്നോണം, 3-ാം ഓണം മുക്കിമൂളി, 4-ാം ഓണം നക്കിയും തുടച്ചും എന്നാണ് പണ്ട് പറയുക. ഇങ്ങനെ ഓണം വരുമ്പോൾ അത്തത്തിൻ്റെ ദിവസമാണ് പൂവിടിയിൽ തുടങ്ങുന്നത്. അത്തമ്പത്തോണം എന്നാ പറയുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഈ പൂവിടുന്ന രീതിക്കൊരൽപ്പം വ്യത്യാസമുണ്ട്. അത് മെഴുകിയ, ഫ്രഷായിട്ട് ചാണകം മെഴുകിയ തറയിൽ തന്നെ ആയിരിക്കണം. അത് പല സ്ഥലങ്ങളിലും പറഞ്ഞാൽ എനിക്ക് 2-3 സ്ഥലങ്ങളിലെ നേരിട്ടറിയാം. ബാക്കി പല സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട് എന്ന് തീർച്ചയായിട്ടും വായിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തത്തിൻ്റെ അന്ന് 5-6 തുമ്പപ്പൂ പറിച്ച് അവിടെ വട്ടത്തിൽ മെഴുകിയ തറയിൽ തുമ്പപ്പൂ മാത്രം, അല്ലെങ്കിൽ ആ വട്ടത്തിൽ തുളസിയില ഇട്ടിട്ട് നടുക്ക് ഈ തുമ്പപ്പൂ വയ്ക്കും. ഇങ്ങനെ 2 രീതിയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കുടയൊന്നും കുത്താറില്ല. 2-ാം ഓണവും അങ്ങനെ തന്നെയാണ്. ഇപ്പം തുമ്പപ്പൂവേ കാണാനില്ല കേട്ടോ. തുളസിയില പിന്നെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അത്തം ചിത്തിര ചോതി, നമുക്ക് ചുവന്ന പൂ ഇടുന്ന ദിവസമാണ് ചോതി. ചോദിക്കാതെ ഇടാരോടും ചുമന്ന പൂ ഇടാം. അതായത് ചുമന്ന പൂ എന്ന് പറയുമ്പോൾ ഓണത്തിൽ 2 പൂക്കളാണ്. ഒന്ന് ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും. വേണമെങ്കിൽ എന്നാൽ ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു കൊടയും ആക്കി കൊട കുത്താം. കൊട ഇങ്ങനെ വളഞ്ഞു കിടക്കും. 2 കട, 3 കട, 4 കട, എത്ര കുട വേണേലും കുത്താം. അതൊരു കാഴ്ചയാണ്. ചില സ്ഥലങ്ങളിൽ ഇത് ഓരോന്നും മുമ്പോട്ട് പോകുമ്പോൾ ആ വട്ടത്തിലാണ് പൂവിടുന്നത്. ആ വട്ടങ്ങളുടെ എണ്ണം കൂടി വരും. അത് നമുക്ക് ഇഷ്ടമുള്ള പൂക്കളൊക്കെ കാട്ടീന്നെന്ന് പറഞ്ഞാൽ അന്നൊക്കെ പറമ്പുകൾ ധാരാളം വെറുതെ കിടപ്പുണ്ട്. ഇങ്ങനെ കാട് മാത്രമായിട്ടല്ല കിടക്കുന്നത്. ധാരാളം നാടൻ ചെത്തിപ്പൂവുണ്ട്. ആ ചെത്തിപ്പൂവിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഭംഗിയുള്ളതാണ്. അത് ഈ മാട്ടയിലൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അതുപോലെ തന്നെ അവിടെയൊക്കെ കണ്ടത്തിൻ്റെ വരമ്പയിലും ഒക്കെ 2 തരം കദളിപ്പൂ ഞാനിപ്പോൾ കാണുന്നേ ഇല്ല കേട്ടോ. വയലറ്റ് കളറാണ്, നല്ല വയലറ്റ് കളറിൽ വലിയ കദളിപ്പൂവും കൂടാണ്ട് ചെറുകദളിക്കും പൂവുണ്ട്. ചെറുകദളിക്ക് ഇലയും ചെറുതാണ്, പൂവും ചെറുതാണ്. വലിയ കദളിയുടെ ഇല ഇതൊന്നും ആരും നട്ടുപിടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വീട്ടിൽ മുറ്റത്ത് കൊണ്ടുവന്ന് നട്ടിട്ട് അതൊന്നും പിടിച്ചില്ലെന്നേ. ഇതുപോലെ ആ കണ്ടീഷനിലൊക്കെയാണ് നട്ടത്. പക്ഷേ ശരിയായി വന്നില്ല. അതിന് വെള്ളം ഒഴിക്കേണ്ട, ആരും ഒഴിക്കുന്നില്ല. പക്ഷേ ധാരാളം പൂക്കൾ ഓണക്കാലത്ത് പാടവരമ്പയിൽ, പാടമാടുകളിൽ, വീട്ടിലെ മാട്ടയിൽ ഒക്കെ ഇങ്ങനെ ഉണ്ടായി വരും. ചെറുകദളിയുണ്ട്. അതെല്ലാം നമ്മൾ പറിച്ചെടുക്കും തലേദിവസം. തലേന്ന് ഉച്ച കഴിഞ്ഞാൽ ഓണത്തിൻ്റെ പൂവിടൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മൂലത്തിനാണ് ഇടുന്നതെന്ന് വഴി മൂലത്തിൻ്റെ തലേ ദിവസം ഉച്ച കഴിഞ്ഞ് പിള്ളേരാണ് പൂവെല്ലാം സംഘം ചേർന്ന് പോയി പൂ പറിച്ചു കൊണ്ടുവന്ന് വെള്ളം തളിച്ച് വെച്ചേക്കും. പിറ്റേന്ന് അതിരാവിലെ ഫ്രഷായിട്ട് വീണ്ടും മെഴുകി വളയമായിട്ട് ഓരോ വളയം കൂടി വരും. അതൊരു കാഴ്ചയായിരുന്നു. ആ പൂക്കളത്തിൻ്റെ കാഴ്ച തന്നെ ഒരു കാഴ്ചയായിരുന്നു. ആ ഭംഗി ഇപ്പോഴത്തെ ഇപ്പം നമുക്ക് വേറൊന്നും രക്ഷയില്ല. ഒരിടത്തും മുറ്റത്ത് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഒട്ടുമില്ല. അല്ലാത്തവർക്ക് എങ്ങാനും ചെമ്പരത്തിപ്പൂ മാത്രം മുറ്റത്ത് കണ്ടെങ്കിലായി. ഇപ്പോൾ ഇഷ്ടംപോലെ ചെത്തിപ്പൂ എല്ലാ കളറിലും വാങ്ങാൻ കിട്ടും.
ഇല്ലെങ്കിൽ വീട്ടിൽ നട്ടാലും ഈ ചെത്തിപ്പൂ ധാരാളം ഉണ്ടാകും. ചെമ്പരത്തിയും എല്ലാ കളറിലും കിട്ടും. പിന്നെ ഈ മറ്റുള്ള പൂക്കളും കിട്ടുന്നതുകൊണ്ട് പൂവിടിയിലൊരു ജോലിയേ അല്ല പണ്ടുള്ളവർക്ക്. അത് കൂടുതൽ കൂട്ടത്തിലേറ്റവും പ്രായമുള്ള പെൺകുട്ടിയായിരിക്കും പൂവിടുന്നത്, ആൺകുട്ടികളല്ല കേട്ടോ. വട്ടങ്ങൾ പുരോഗമിക്കുന്ന പോലെ തന്നെ ഗേറ്റ് വരെ കയറി വരുന്ന പടിവാതിൽ തൊട്ട് ഈ വൃത്തം വരെ നമ്മൾ ചെത്തിപ്പൂ തൂകി 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 ഒരു വഴിയുണ്ടാകും. ആ വഴിയിലൊക്കെ 1, 2, 3 ഡിസ്റ്റൻസ് പോലെ കൊടയും കുത്തും. ഈ കൊട എന്ന് പറയുന്നത് ചെമ്പരത്തി പൂവുണ്ടായിരിക്കും, അല്ലെങ്കിൽ മംഗളാവി പൂവുണ്ട്, എല്ലാം ഇട കലർന്നുമാകാം. പിന്നെ ഞങ്ങൾ തൊടുപുഴയിലൊക്കെ അന്നൊക്കെ വീണ്ടപ്പൂ എന്നൊരു പൂവുണ്ട്. അത് ഞാൻ ഇവിടങ്ങളിലെങ്ങും ഈ വീണ്ടപ്പൂ അധികം കണ്ടിട്ടില്ല. കൂടാതെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇപ്പം കാണാത്ത പല പൂക്കളും, കാക്കപ്പൂ, നെല്ലിപ്പൂ, അരിപ്പൂ, കൂടാതെ ഒരു 6 മാസ ചെടികളുണ്ട്. അതിപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. അത് നല്ല രസമാണ്. ഈ 6 മാസ ചെടി അഥവാ കൃഷ്ണകിരീടവും കാണാൻ ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. പക്ഷെ പറിക്കാൻ നമുക്കൊന്നും കയറാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല, പലർക്കും അറിയാമായിരിക്കും. ഇതൊക്കെയാണ് അന്നത്തെ പൂക്കൾ. അല്ലാതെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുകയില്ല, കിട്ടിയാലോട്ട് മേടിച്ചു തരികയില്ല. വീട്ടുകാർ വേണേ പറിച്ച് തന്നെ ഉണ്ടാക്കി പൂവിടണം. കിഴക്കൻ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ അമ്മ ഒരു തലയെക്കെട്ടും കൂടെ വരയ്ക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആനയുടെ തലയെക്കെട്ടില്ലേ, നെറ്റിപ്പട്ടം പോലെ, അത് ആ ഷേപ്പിൽ പൂവിട്ട് ഇടയ്ക്കിടയ്ക്ക് കോമളയൊക്കെ പൂക്കൾ കൊണ്ട് തന്നെ വെച്ച് നിറയ്ക്കുന്നതൊരു പൂവുണ്ട്, കോമള വേറൊരു പൂവുണ്ട്. അങ്ങനെയൊക്കെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വൈക്കം പ്രദേശങ്ങളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പൂക്കളം. അവർ 4 തരം പൂക്കളാണ് ഉപയോഗിക്കുക. ചെത്തി, ചതാവരി, കവുങ്ങുംപൂക്കുല, അരിഞ്ഞ് സാറിൻ്റെ വീട്ടിൽ അങ്ങനെ ചുമപ്പും പച്ചയും വെള്ളയുമായി. പിന്നെ നമ്മുടെ ഈ കമ്മൽപ്പൂ മഞ്ഞ നിറം അതും ഉപയോഗിക്കും. ഇങ്ങനെ ഇത്തരം പൂക്കളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇത് മാറ്റാൻ പോകുന്നില്ല. തിരുവോണം, അവിട്ടം, ചതയം, പൂരിട്ടാതിയുടെ അന്ന് രാവിലെ മാത്രമേ ഇതെല്ലാം വാരി കളഞ്ഞ് വൃത്തിയാക്കി ഇടും. തനി പഴയ മിറ്റമാക്കി ഇടുകയുള്ളൂ. ഇനി നമ്മൾ പൂ അട തലേന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആകും ഈ പൂക്കളമൊക്കെ തീർത്ത് അടയുണ്ടാക്കി വെച്ചിരിക്കും. പക്ഷെ അത് ഉപ്പ് നോക്കാൻ പോലും ആരും രുചിക്കുകയില്ല. പൂവട എന്നാണ് അതിൻ്റെ പേര്. ഉണക്കലരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ, ശർക്കരയും അരിപ്പൊടിയും. എന്നിട്ടത് പുഴുങ്ങി വാങ്ങി ആ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുകയുള്ളൂ. രാവിലെ തുമ്പക്കുടം, കവുങ്ങുംപൂക്കുല മുതലായ അരിമാവ് മുതലായവ കൊണ്ടിങ്ങനെ എല്ലായിടത്തും അരിമാവ് കൊണ്ട് വരയ്ക്കും. കയ്യുടെ ഇടയിൽ കൂടെ അരിമാവിനെ വിട്ടാൽ ആവണിപ്പലകയും എല്ലാം എടുത്തു വെച്ച് അതേ തുമ്പക്കുടവും പൂക്കൊലയും അരിമാവിൻ്റെ അണിയലും എല്ലാം ഉണ്ടായിരിക്കും. ഒരടയും എടുത്തുകൊണ്ട് വന്ന് പൂജിക്കും. ഈ അരിമാവ് കൊണ്ടുള്ള അണിയൽ വലിയവരുടെ കൈയും കുഞ്ഞുങ്ങളുടെ കൈയും വലത്തെ കൈയ്യ് ഒക്കെ ആ അറവാതലയിൽ പതിപ്പിക്കും. വടക്കോട്ടൊക്കെ തൃക്കാക്കരയപ്പൻ മസ്റ്റാണ്. പിന്നെ മറ്റു ചിലയിടങ്ങളിൽ ഈ നമ്മുടെ അമ്മിക്കല്ലിൻ്റെ പിള്ള ഇല്ലേ, അമ്മിപ്പിള്ള, അതും അണിഞ്ഞെടുത്ത് തുമ്പക്കുടമൊക്കെ വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ആ ഭാഗത്ത് അതിനോടൊപ്പം അറേഞ്ച് ചെയ്ത് വയ്ക്കും. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. പൂവിടലും തമ്മിൽ വ്യത്യാസമുണ്ട്, എല്ലാ ആഹാരത്തിലും വ്യത്യാസമുണ്ട്, തിരുവാതിരകളിയിലും വ്യത്യാസമുണ്ട്, എല്ലാ കാര്യങ്ങളിലും വീടുകൾ തമ്മിൽ പോലും വ്യത്യാസമുണ്ട് കുക്കിങ്ങിൽ. ഇതൊന്ന് നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവച്ചു എന്ന് മാത്രം. പല സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ പലരും കമൻ്റ് ഇടുമ്പോൾ എനിക്കും അതിൽ നിന്ന് അറിവുണ്ടാകും. അങ്ങനെ ഒരു അറിവ് എനിക്കും കൂടി കിട്ടാനാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊരു അപേക്ഷ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നാം ഓണവും പൊന്നോണവും പിന്നാലെ വരുന്ന ഓണങ്ങളും എല്ലാം നല്ലവണ്ണം ആഘോഷിക്കൂ. എനിക്ക് വലത്തെ കയ്യിലായിരുന്നില്ല
ഇടത്ത് കൈയിലായിരുന്നു ഈ അപകടം ഉണ്ടായതെങ്കിൽ ഇപ്പം ഞാൻ ഇത്രയൊന്നും നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നില്ല. ഏതെങ്കിലും വിഭവം ഉണ്ടാക്കുന്നത് ആയിരിക്കും കാണിച്ചു തരിക. അതുകൊണ്ട് ഇതും ഒരവസരമായി ഞാനിതിനെയും കാണുന്നു. എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, എന്നാലും ഇത് സഹിച്ചല്ലേ പറ്റൂ. അപ്പം ഇതിനെയും ഒരോണ സമ്മാനമായി കണക്കാക്കിക്കോളാം. നന്ദി, നമസ്കാരം.